ലോക്സഭയിൽ ചോദ്യോത്തരവേള നിർത്തിവെച്ച് ചർച്ച വേണമെന്ന കോൺഗ്രസ് ആവശ്യം സ്പീക്കർ സുമിത്രാ മഹാജൻ അംഗീകരിച്ചില്ല. തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി വെളിയിലേക്ക് ഇറങ്ങി. ബഹളത്തിനിടയിൽ ചോദ്യോത്തരവേള പൂർത്തിയാക്കിയെങ്കിലും അടിയന്തര പ്രമേയം അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും എന്നാൽ നിങ്ങൾ ബഹളത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും സ്പീക്കർ സുമിത്രാ മഹാജൻ പറഞ്ഞു. चर्चा करो, अगर सभी लोग मर्जी है मुझे कोई आपत्ति नहीं, मगर नॉट लाइक दिस, आई एम सॉरी. അതേസമയം ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി ആനന്ദ് കുമാർ വ്യക്തമാക്കി. കള്ളപ്പണത്തിന്റെ ഭാഗത്താണോ എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നോട്ട് നിരോധനം ചിലർക്ക് ചോർന്നു കിട്ടിയിരുന്നുവെന്നും ഇക്കാര്യത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷ ആവശ്യം. രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസാണ് ബഹളത്തിന് തുടക്കമിട്ടത്. നോട്ട് നിരോധന പ്രഖ്യാപനം നടത്തിയ പ്രധാനമന്ത്രി സഭയിൽ ഹാജരാകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ബഹളത്തിൽ മറ്റു പാർട്ടികളും അണിചേർന്നതോടെ സഭ നിർത്തിവെക്കുകയായിരുന്നു. ലോക്സഭ നാളെ ചേരാനായി പിരിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. നോട്ടുകൾ മാറ്റിവാങ്ങുന്നതിനും പണം പിൻവലിക്കുന്നതിനും ബാങ്കുകളിലും ATMകളുമുള്ള തിരക്ക് മാറ്റമില്ലാതെ തുടരുന്നു. അതിനിടയിൽ കാർഷിക ആവശ്യങ്ങൾക്കും വിവാഹ ആവശ്യങ്ങൾക്കും പണം പിൻവലിക്കുന്നതിന് ഇളവുകൾ നൽകിയത് വലിയ ആശ്വാസമായി. ഉത്തരേന്ത്യയിലെ വിവാഹ സീസണിൽ നടപ്പിലാക്കിയ നോട്ട് അസാധുവാക്കൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അതേസമയം നോട്ടുകൾ മാറ്റിവാങ്ങുന്നതിനുള്ള പരിധി കുറച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പണമില്ലാത്തതിനാൽ പല ATMകളും അടഞ്ഞുകിടക്കുകയാണ്. അതിനിടെ രാജസ്ഥാൻ BJP MLA ഭവാനി സിംഗ് നടത്തിയ പ്രസ്താവന വിവാദമായി. സർക്കാർ നടപടിയെക്കുറിച്ച് അംബാനിക്കും അദാനിക്കും മുൻകൂട്ടി അറിയാമെന്നായിരുന്നു ഭവാനി സിംഗിന്റെ പ്രസ്താവന. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ശരിവെച്ച ഭവാനി സിംഗിന്റെ പ്രസ്താവനയിൽ ഭരണകക്ഷിയായ BJP വെട്ടിലായിരിക്കുകയാണ്. ബാങ്കുകൾ വഴിയും ATMകൾ വഴിയും പണം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടും പൂർണ്ണതോതിൽ പണം ലഭ്യമാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം S അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി. നോട്ട് തന്ന 8ന്റെ പണി 8ാം ദിവസവും തുടരുകയാണ്. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ പോലും മിക്ക ATMകളിലും പണമില്ല. പണമുണ്ടെങ്കിലും നീണ്ട ക്യൂ. ബാങ്കുകൾക്ക് മുന്നിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുകയാണ്. താനേക്കടുത്ത് ഭീവണ്ടിയിൽ SBI ശാഖയ്ക്ക് മുന്നിൽ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. ജനങ്ങളുടെ ദുരിതത്തിൽ ശിവസേന പരസ്യമായി രംഗത്തെത്തിയതോടെ അനുനയ ശ്രമത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ധവ് താക്കറെയുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. राजनाथजींशी सुद्धा मी हेच बोललेलो आहे की बाबा ही जी काही लोकांची हाल अपेक्षा चाललेली आहे, लोकांची जी काही फरफट होते आहे ती जर का चालू राहिली तर कारण नसताना देशामध्ये अराजक होईल. അതേസമയം നോട്ടുകൾ അസാധുവാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിന് ശേഷം ഉടലെടുത്ത സാഹചര്യങ്ങളിൽ മഹാരാഷ്ട്രയിൽ മാത്രം മരിച്ചവരുടെ എണ്ണം 6 ആയി. ഇതേക്കുറിച്ച് എന്തെങ്കിലും നേടണമെങ്കിൽ പലതും ത്യജിക്കണമെന്ന BJP MP ഗോപാൽ ഷെട്ടിയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന ജനങ്ങളുടെ മുറിവിൽ ഉപ്പ് തേക്കുന്ന പരാമർശമാണ് BJP MPയുടേതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നോട്ട് പ്രതിസന്ധിക്കിടെ ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖ ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈക്കൂലിയായി ലഭിച്ച 2,90,000 രൂപയുടെ പുതിയ 2000 നോട്ടുകൾ പിടിച്ചെടുത്തു. അക്കൌണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയ്ക്ക് കടുത്ത നിയന്ത്രണം നിലനിൽക്കെ കൈക്കൂലി നൽകിയവർക്ക് ഇത്രയും പണം എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, മുംബൈ. നവംബർ 8 രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് നോട്ട് പിൻവലിക്കൽ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അറിയിച്ചത്. പ്രസംഗം പൂർത്തിയാക്കിയ ഉടനെ തന്നെ നോട്ടുകൾ പിൻവലിച്ചതിന്റെ കാരണവും തീരുമാനം നടപ്പാക്കാൻ സഹകരണവും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി മുഴുവൻ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതിയതായാണ് റിപ്പോർട്ട്. നവംബർ 8 രാത്രി വൈകുവോളം ഓഫീസുകൾ തുറന്നുവെക്കാൻ എല്ലാ സംസ്ഥാന റെസിഡന്റ് കമ്മീഷണർമാർക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. റെസിഡന്റ് കമ്മീഷണർമാർ വഴി അയച്ച കത്ത് മുഖ്യമന്ത്രിമാർക്ക് കിട്ടിയതായി ഉറപ്പാക്കാനായിരുന്നു നടപടി. പാൽ ബൂത്തുകൾ, കൺസ്യൂമർ ഫെഡ് മാർക്കറ്റുകൾ, സർക്കാർ ബസ്സുകൾ, ശ്മശാനങ്ങൾ എന്നിവിടങ്ങളിൽ പിൻവലിച്ച നോട്ടുകൾ സ്വീകരിക്കാമെന്ന് കത്തിൽ പറഞ്ഞിരുന്നു. ഒപ്പം റിസർവ് ബാങ്കിനും മറ്റ് ബാങ്കുകൾക്കും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന പോസ്റ്റ് ഓഫീസുകൾക്കും മതിയായ സുരക്ഷ നൽകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിമാരോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രിമാർക്ക് കത്ത് കിട്ടിയെന്ന് 11 മണിക്ക് മുൻപ് ഉറപ്പാക്കണമെന്നും റെസിഡന്റ് കമ്മീഷണർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. സാമ്പത്തിക കാര്യ സെക്രട്ടറിയെ ബന്ധപ്പെടാനും മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.